അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിത് 3158 നമ്പർ ശാഖയുടെ കീഴിലുള്ള നമ്മുടെ ഗുരുമന്ദിരത്തിൻ്റെ ഗുരുക്ഷേത്രം എന്ന് തന്നെ വേണം പറയാം. ഗുരുക്ഷേത്രത്തിൻ്റെ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ്, അതായത് ഏറ്റവും അവസാനമായ നമ്മൾ പഞ്ചമുഖിക്കതിൽ പാതകം ജഗതി കുമുദം കളം പടി എന്നുള്ള ഭാഗത്തിനകത്തിൽ പടിയുടെ വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പടി നമ്മളിപ്പം ഓൾറെഡി ഫിനിഷിങ് വർക്കാണത്. അതെല്ലാം ഇങ്ങനെ നമ്മളതെല്ലാം ചെയ്ത് എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം പിന്നെ നമുക്ക് ഫ്രണ്ടിലെ കട്ടള സൈഡ് ഓൾറെഡി നമ്മൾ കട്ടള നേരത്തെ വെച്ചിട്ടുണ്ട്. എന്നാലും ബാക്കി ഭാഗങ്ങളെല്ലാം കട്ടളയെല്ലാം സെറ്റ് ചെയ്യാനും ഒക്കെ പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഇനി പിന്നെ അതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇപ്പം കട്ടളയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കട്ടള സെറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി പണിയാണ്. കട്ടള സെറ്റിങ്ങിനകത്തിൽ ഇച്ചിരി പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ പ്ലാവിൻ്റെ കട്ടളയല്ല, ഇത് കല്ലിൻ്റെ ശിലയിൽ തീർത്ത കട്ടളയാണ്. എപ്പോഴും ശ്രീകോവിലിൽ നമുക്ക് വെക്കേണ്ടത് ശിലയിൽ തീർത്ത കട്ടള തന്നെയാണ് ഏറ്റവും നല്ലതാണ്. കാരണം ഈ കലശമാടുന്ന വെള്ളങ്ങളെല്ലാം അതേ വീണ് നമ്മളിനി എത്ര നല്ല തടിയുടെ ഇതാണ് വെച്ചെന്ന് പറയാം. അതായത് നമ്മൾ പ്ലാവാണ് ഏറ്റവും നല്ലത്, പ്ലാവ് തന്നെയാണ്. പ്ലാവ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ പ്ലാവ് നമ്മൾ വാർഷിക പൂജയ്ക്കൊക്കെ ആണെങ്കിൽ പോലും പ്ലാവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കുഴപ്പമില്ലാതെ പോവും, കുറേ വർഷങ്ങൾ കുഴപ്പമില്ലാതെ പോകും. പക്ഷേ എക്കാലവും നിൽക്കാൻ പറ്റുന്നത് നമുക്ക് ശില തന്നെയാണ് ഏറ്റവും നല്ലത്. ശില തന്നെയാണ്, ശിലയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഏറ്റവും നല്ലത്. അതാകുമ്പം കേടാവുമെന്ന് പേടിക്കുകയും വേണ്ട, അടിപ്പടി പോകുമെന്ന് പേടിക്കുകയും വേണ്ട. മറ്റേതെന്ന് പറഞ്ഞാൽ അടിപ്പടി പോവും, ദ്രവിക്കാൻ സാധ്യതയുണ്ട്. അടിപ്പടി ദ്രവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഇതിനകത്ത് ഉണ്ടാകത്തില്ല. അതാണ് നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ശില യൂസ് ചെയ്യുന്നതും നല്ലത്. പിന്നെ ചില ആൾക്കാരുണ്ട് പിന്നെ ആ രീതി ചെയ്യുന്നത് നല്ലത്. കട്ടളയ്ക്ക് ഇതിനെക്കാട്ടി നല്ലത് ഇതിൻ്റെ റേറ്റ് വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ മറ്റേതാ ലാഭം എന്നുള്ള രീതിയിലാണ് അതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അത് പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം ഒരുമാതിരി ഇതെല്ലാം മേളത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് എല്ലാം അടിപൊളിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ലൈനും കാര്യങ്ങളും എല്ലാം നോക്കി വേണം സെറ്റ് ചെയ്തെല്ലാം പക്കയാക്കി എല്ലാം ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ പഴയ ജനലെല്ലാം എല്ലാം അടച്ചിട്ട് അതെല്ലാം പഞ്ചവർക്കം നിർമ്മിച്ചു. പിന്നെ ഇനിയും ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഇനി വർക്ക്. അപ്പോൾ നമുക്കിനി